അഹമ്മദ് ഗൗർ സാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഇഫ്താർ സംഘവും സുരക്ഷാ ധനസഹായ വിതരണവും ഇവിടെ ആരംഭിക്കുകയാണ്. സ്വാഗതം പറയുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സന്തോഷ് കുമാർ അവരെ ക്ഷണിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡന്റ്, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ രൂപേഷ് കോടിയോട്ട്, നമ്മുടെ ഇന്ന് ഈ സുരക്ഷാ പദ്ധതിയുടെ ധനസഹായ വിതരണത്തിനെത്തിയ നമ്മുടെ സ്വന്തം വന്യജീവി വകുപ്പ് മന്ത്രി ശശിധരൻ സാർ, MLA അഹമ്മദ് ഗോവിൽ സാർ, മറ്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിജുലാൽ സാർ, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളെ, KHR സംസ്ഥാന ജില്ലാ യൂണിറ്റ് ഭാരവാഹികളെ, മറ്റ് സുഹൃത്തുക്കളെ, ഇന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംബന്ധിച്ച് വലിയൊരു ദൗത്യത്തിൻ്റെ കോഴിക്കോട് ജില്ലയിലെ തുടക്കമാണ്. യുലോ ആപ്പിൻ്റെ പ്രതിനിധികളൊന്ന് സ്റ്റേജിലേക്ക് ഇരിക്കണം. അതേപോലെ മുൻ സംസ്ഥാന സെക്രട്ടറി ഹബീബ്, മുൻ ജില്ലാ സെക്രട്ടറി കോയമുൽക്ക, ഇവർ രണ്ടുപേരും സ്റ്റേജിലേക്ക് ഇരിക്കണം. ഇത് KHR സുരക്ഷാ പദ്ധതി എന്നത് ഹോട്ടൽ ഉടമയ്ക്കും അതേപോലെ തന്നെ തൊഴിലാളികൾക്കും അവരുടെ കുടുംബത്തിനും സംരക്ഷണം നൽകുന്ന ഒരു വലിയൊരു പദ്ധതിയാണ്. കാരണം നമുക്കറിയാം, ഇന്ന് ഹോട്ടൽ മേഖലയിൽ 85% ചെറുകിട വ്യാപാരികളാണ്. ഈ ഒരു വ്യാപാരി അദ്ദേഹത്തിൻ്റെ മരണാനന്തരം ആ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് KHR സുരക്ഷാ പദ്ധതി. ആ പദ്ധതി പ്രകാരം കോഴിക്കോട് ജില്ലയിലുള്ള നമ്മുടെ ഒരു വ്യാപാരി അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ ധനസഹായം നൽകുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്ന് നമ്മുടെ ബഹുമാനായ മന്ത്രി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നു. ഈ 85% ചെറുകിട വ്യാപാരികളായതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതി ഹോട്ടൽ മേഖലയ്ക്ക് വലിയ, അതായത് ഹോട്ടൽ മേഖലയിൽ കുടുംബത്തിനും മേഖലയിൽ തൊഴിലാളികൾക്കും തൊഴിലാളി കുടുംബങ്ങൾക്കും വലിയൊരു കൈത്താങ്ങും ആശ്വാസവുമാണ്. കാരണം ഇന്നലെ വൈകിട്ട് എനിക്കൊരു കോൾ വന്നു. ഞാൻ 6 മാസമായി ആക്സിഡൻ്റായിട്ട് കിടക്കുകയാണ്. എൻ്റെ സുരക്ഷാ പദ്ധതിയിൽ 2600 രൂപ കോൺട്രിബ്യൂഷൻ അടയ്ക്കാനുണ്ട്. അത് എനിക്ക് അടയ്ക്കാൻ യാതൊരു നിർവാഹവുമില്ല. ഞാൻ എന്ത് ചെയ്യും? ആ ഒരു ചോദ്യം വലിയ ഒരു ചോദ്യമായിട്ടാണ് സംഘടന കാണുന്നത്. കാരണം ഇന്ന് 85% ഹോട്ടൽ ഉടമകൾ വളരെ സാമ്പത്തികമായി വളരെ പ്രയാസത്തിലാണ്. കാരണം അസംസ്കൃത സാധനങ്ങളും അതേപോലെ തന്നെ മറ്റ് എല്ലാ മേഖലയിലും വളരെയധികം പ്രയാസപ്പെട്ടാണ് ഇന്ന് ഈ വ്യാപാരം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ ഒരു പദ്ധതി സംഘടനയിലെ തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും അവരുടെ കുടുംബത്തിനും വലിയൊരു കൈത്താങ്ങാണ് എന്ന് കൂടി അറിയിക്കട്ടെ. ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കട്ടെ. നമ്മുടെ ഇന്നത്തെ ഈ സുരക്ഷാ പദ്ധതിയുടെ ധനസഹായ വിതരണം ചെയ്യാനെത്തിയ നമ്മുടെ ആരാധ്യനായ നമ്മുടെ സ്വന്തം കോഴിക്കോട്ടുകാരനായ നമ്മുടെ വനം വന്യജീവി വകുപ്പ് മന്ത്രി ശശിധരൻ സാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആരാധനായ ജില്ലാ പ്രസിഡന്റ് രൂപേഷ് കോടിയോട്ട് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ MLA-യും അതേപോലെ തന്നെ അഹമ്മദ് ഗോവിൽ സാർ, നമ്മുടെ MLA എന്ന് പറയുന്നത് നമ്മുടെ കുടുംബാംഗം, നമ്മൾ എന്തൊക്കെയാണ് അദ്ദേഹത്തെ വിക്ഷേപിക്കാൻ അറിയില്ല. എല്ലാ അർത്ഥത്തിലും എല്ലാ സ്നേഹത്തിലും എല്ലാ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിജുലാൽ സാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഈ സുരക്ഷാ പദ്ധതിയുടെ ജില്ലയിലെ അമരക്കാരൻ സാദിഖ് സഹാറെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദരണീയ നമ്മുടെ കോഴിക്കോടിൻ്റെ സ്വന്തം മന്ത്രി ശ്രീ കെ ശശീന്ദ്രൻ സാർ, നമ്മുടെ MLA അഹമ്മദ് ഖാൻ, KHR സംസ്ഥാന വകുപ്പ് പ്രസിഡന്റ് ശ്രീ ജിലാൽ സാർ, ജില്ലാ സെക്രട്ടറി സന്തോഷ് ആടൻ, കൗൺസിലർ ശ്രീ ശോഭന മാഡം, സംസ്ഥാനത്തിൻ്റെയും ജില്ലയുടെയും KHRയുടെ നേതാക്കളെ, ജില്ലാ ഭാരവാഹികളെ, നല്ലവരായ ഓഫീസ് സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാർ, ഇന്ന് ഈ സായനത്തിൽ നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഈ ഒരു പുണ്യമാസത്തിൽ നമുക്കൊരു നോമ്പുതറ എല്ലാ വർഷവും നടത്താറുണ്ട്. അതേപോലെ തന്നെ KHRയുടെ സംസ്ഥാന നേതാക്കളും എല്ലാവരും പല ചർച്ചകൾ ചെയ്തിട്ടും പല തീരുമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനിച്ചിട്ട് നമ്മളെടുത്തൊരു സുരക്ഷാ പദ്ധതി ഇന്ന് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നമ്മുടെ ഒരു സഹോദരൻ വിട്ടുപിടിച്ചിട്ടുണ്ട്. സന്തോഷമാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുക. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു കച്ചവടത്തിൻ്റെ സ്ഥിതി. ഈ ഒരു സുരക്ഷാ പദ്ധതി നമ്മൾ തുടങ്ങിയിട്ട് നമ്മുടെ കച്ചവടത്തിൻ്റെ പോക്ക് ഏത് രീതിയിൽ ഇങ്ങോട്ടേക്ക് എന്നുള്ള മനസ്സിലാവാത്ത രീതിയിലാണ് പോകുന്നത്. പല കച്ചവടത്തിലും പലരുടെ വിഷമങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ KHR എന്നൊരു സംഘടന നമ്മുടെ ഹോട്ടൽ ഉടമകൾക്കും തൊഴിലാളികൾക്കും മറ്റു കുടുംബങ്ങൾക്കായി തുടങ്ങിയിട്ടുള്ള ഈ സുരക്ഷാ പദ്ധതി നമുക്കിതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിലും അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിന് ഒരു കൈത്താങ്ങായിട്ട് മുമ്പോട്ട് പോകാനും വേണ്ടിയിട്ട് ഈ ഒരു പദ്ധതിയുടെ ഒരു അവസരം കൂടിയാണ് ഈ KHR ചെയ്യുന്നത്. ഇന്ന് സംഘടനയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഹോട്ടൽ ഉടമകൾക്ക് സംരക്ഷണമേകുന്ന, സുരക്ഷിതത്വമേകുന്ന, കുടുംബത്തിന് താങ്ങും തണലുമായി വർത്തിക്കുന്ന സുരക്ഷാ പദ്ധതിയുടെ ധനസഹായ വിതരണം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനായ നമ്മുടെ വനം വന്യജീവി വകുപ്പ് മന്ത്രി ശശീന്ദ്രൻ സാർ, സ്വാഗതം ആശംസിച്ചിട്ടുള്ള ജില്ലാ സെക്രട്ടറി സന്തോഷ് കുമാർ ഉൾപ്പെടെ നമ്മുടെ അഹമ്മദ് ഖാൻ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികൾ, ഉദ്ഘാടന പ്രസംഗത്തിന് മുമ്പ് ബഹുമാന്യനായ ഉദ്ഘാടകൻ ശശീന്ദ്രൻ സാറിൻ്റെ അനുമതിയോടുകൂടി തന്നെയാണ് എന്താണ് സുരക്ഷാ പദ്ധതി, KHRയുടെ സുരക്ഷാ പദ്ധതി എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആമുഖ പ്രസംഗം വേണം എന്നുള്ളത് നിർദ്ദേശത്തെ തുടർന്നാണ് KHR സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് ഞാനിവിടെ 2 വാക്ക് വിശദീകരിക്കുന്നത്. യാതൊരുവിധ സംരക്ഷണവുമില്ലാത്ത വ്യാപാര സാഹചര്യത്തിൽ ഒരു വ്യാപാരി മരണപ്പെട്ടാൽ, അല്ലെങ്കിൽ ആ വ്യാപാരിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ എന്തെങ്കിലും ഒരു അസുഖം വന്ന് ആശുപത്രിവാസത്തിലൂടെ നിരന്തരമായ ചികിത്സ ചിലവ്, സാമ്പത്തിക ചിലവ് താങ്ങാനാവാതെ നിരന്തരമായി നമ്മുടെ സംഘടനയിൽ ജില്ലാ തലത്തിലും യൂണിറ്റ് തലത്തിലും സംസ്ഥാന തലത്തിലുമെല്ലാം സാമ്പത്തികമായിട്ടുള്ള ധനസമാഹരണങ്ങൾ വർദ്ധിച്ച് വരുന്ന ഒരു സാഹചര്യത്തിലാണ് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു വ്യാപാരി മരണപ്പെട്ടാൽ ആ വ്യാപാരിയുടെ കുടുംബത്തിന് താങ്ങായും തണലായും എന്ത് ധനസഹായമാണ് അവരെ കാത്തു സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ വ്യാപാരത്തിന് സംരക്ഷണമേകുന്ന, പ്രതിരോധം നൽകുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ള ആലോചന അല്ലെങ്കിൽ ചിന്തയെ തുടർന്നിട്ടാണ് സുരക്ഷാ പദ്ധതിക്ക് സംസ്ഥാന കമ്മിറ്റി രൂപം നൽകിയിട്ടുള്ളത്. ഏറെ നാളത്തെ ചർച്ചകളും വിശകലനങ്ങളും ജില്ലാ യൂണിറ്റ് തലങ്ങളിലൊക്കെയുള്ള കൂടിയാലോചനകൾക്കൊക്കെ ശേഷമാണ് ഈ പദ്ധതി നമ്മൾ സംസ്ഥാന തലത്തിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. 3000 രൂപ നൽകി
തുടക്കത്തിൽ തന്നെ യാതൊരുവിധ പ്രായപരിധിയും ഇല്ലാതെ ഏതൊരു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ ഏതൊരു അംഗത്തിനും അവരുടെ ഭാര്യയ്ക്കും യാതൊരുവിധ പ്രായപരിധിയുമില്ലാതെ ചേരാൻ കഴിഞ്ഞിരുന്ന ഒരു പദ്ധതിയാണ് KHRS സുരക്ഷാ പദ്ധതി. കുറച്ച് സമയപരിധി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അംഗങ്ങൾക്ക് തന്നെയുള്ള പ്രായപരിധിയിൽ ചെറിയൊരു നിയന്ത്രണം കൊണ്ടുവന്നു. ആ 3000 രൂപ രജിസ്ട്രേഷൻ തുക അടച്ചതിന് ശേഷം ഈ പദ്ധതിയിൽ അംഗമായിട്ടുള്ള ഏതെങ്കിലും ഒരു അംഗം മരണപ്പെട്ടാൽ ആ ഒരു അംഗം മരിക്കുമ്പോൾ ഒരു 100 രൂപ കോൺട്രിബ്യൂഷൻ ആയിക്കൊണ്ട് എല്ലാ പദ്ധതിയിൽ ചേർന്നിട്ടുള്ള എല്ലാ അംഗങ്ങളും അടയ്ക്കുകയും മരണപ്പെട്ട അംഗത്തിന് അല്ലെങ്കിൽ അംഗത്തിൻ്റെ ഭാര്യ അല്ലെങ്കിൽ അംഗം ചേർത്തിട്ടുള്ള മറ്റൊരംഗം 55 വയസ്സിന് താഴെയുള്ള ഏതൊരംഗം ഈ പദ്ധതിയിൽ ചേർന്നിട്ടുള്ള ഏതൊരാൾക്കും 10 ലക്ഷം രൂപ അവരുടെ മരണാനന്തര സഹായമായി ധനസഹായമായി നൽകുന്ന ഒരു പദ്ധതിയാണ് KHRS സുരക്ഷാ പദ്ധതി. കേരളത്തിലെ വ്യാപാര സമൂഹം പല വ്യാപാര സംഘടനകളും ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. എന്നാൽ തങ്ങളുടെ ജീവനക്കാരെയും അതുപോലെ തന്നെ മറ്റ് കുടുംബാംഗങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയിട്ടുള്ളത് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ മാത്രമാണ്. ഈ പദ്ധതി ആരംഭിച്ചതിന് ശേഷം ഏകദേശം 26ഓളം അംഗങ്ങൾ ഈ പദ്ധതിയിൽ ചേർന്ന ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിലടക്കം നമുക്കറിയാം നിരവധി പേർക്ക് നമ്മൾ ധനസഹായം വിതരണം ചെയ്തു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ മരണപ്പെട്ടിട്ടുള്ള സുരക്ഷാ പദ്ധതിയിൽ അംഗമായിട്ടുള്ള ആളുകൾക്ക് സുരക്ഷാ പദ്ധതിയുടെ വിഹിതം ധനസഹായം വിതരണം ചെയ്യുന്ന ചടങ്ങ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മളെല്ലാം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ആനുകാലിക വ്യാപാര മേഖലയിൽ യാതൊരുവിധ സുരക്ഷിതത്വമില്ലാത്ത വ്യാപാര സാഹചര്യത്തിൽ ഒരു ക്യാൻസർ വന്നാൽ, അല്ലെങ്കിൽ ഒരു അറ്റാക്ക് വന്നാൽ, അല്ലെങ്കിൽ ഒരു അപകട മരണം നടന്നാൽ ആശുപത്രി വാസം ഉൾപ്പെടെ ആ കുടുംബത്തിൻ്റെ സർവമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സുകളുമെല്ലാം ഒരുവിധമെല്ലാം കഴിയുന്ന ഒരു സാഹചര്യത്തിൽ കുടുംബനാഥൻ അല്ലെങ്കിൽ നാഥ കൂടി നമ്മളെ വിട്ടുപിരിയുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികളും കിടപ്പാടങ്ങളും അല്ലെങ്കിൽ വായ്പകളും കുടിശ്ശികകളും ബാങ്ക് ജപ്തികളും ഒക്കെയായി മാനസിക സമ്മർദ്ദങ്ങളും നാഥൻ അല്ലെങ്കിൽ കുടുംബനാഥ മരിക്കുന്ന നഷ്ടപ്പെടുന്ന സാഹചര്യത്തിന് പുറമെ സാമ്പത്തികമായിട്ടുള്ള ഒരു അരാജകത്വം കൂടി ആ കുടുംബത്തിന് ചുറ്റും വന്നു ചേരുന്ന ഒരു സാഹചര്യം, അത് ഹോട്ടൽ വ്യാപാര മേഖലയിൽ ഇല്ലാതാക്കുക അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം തുടച്ചു നീക്കുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ് സംഘടന ഇത്തരമൊരു സുരക്ഷാ പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ ബഹുഭൂരിഭാഗം അംഗങ്ങളും സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുണ്ട്. എങ്കിൽ പോലും ഇനിയും ജില്ലയിലെ അംഗങ്ങളുടെ സ്ട്രെങ്ത്തിനനുസരിച്ചുള്ള ഇതിലേക്ക് സുരക്ഷാ പദ്ധതിയിലേക്കുള്ള ഒരു കടന്നുവരവ് ഇനിയും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. നമ്മൾ ഒരാൾക്ക് 10 ലക്ഷം മരണം ശേഷം കൊടുക്കുമ്പോൾ അത് കൊടുക്കുന്ന പ്രക്രിയ ഏത് രീതിയിലാണ് അത് കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതൊരു യാന്ത്രികമായിട്ടുള്ള ചംക്രമണമാണ്. ഓരോ പദ്ധതിയിലെ അംഗവും 100 രൂപ വീതം നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിൽ നിന്ന് ധനസഹായം കൊടുക്കാനുള്ള 10 ലക്ഷം നമുക്ക് എപ്പോഴും നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് പണം ഉണ്ടാവേണ്ട ഒരു സാധ്യത നിലനിർത്തുന്നത് എന്നുള്ളതാണ്. അല്ലാതെ ഇതൊരു ഇൻഷുറൻസ് പദ്ധതിയല്ല. പ്രിയപ്പെട്ട അധ്യക്ഷൻ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ശ്രീ രൂപേഷ് കോളിയോർ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിജുലാൽ, നഗരസഭ കൗൺസിലർ ശ്രീമതി ശോഭിത,
സംസ്ഥാന ജില്ലാ ഭാരവാഹികളായിട്ടുള്ള നമ്മുടെ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 1964 രൂപീകരിച്ച ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ. ഒരുപക്ഷെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സമാനമായതോ അല്ലാത്തതുമായ സംഘടനകളേക്കാൾ ദശാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ. നാടിനെതിരെയുള്ള അതിൻ്റെ പ്രവർത്തന ഫലമായി ഈ മേഖലയിൽ ഗുണമേന്മയുള്ള പ്രവർത്തനം നടത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റെസ്റ്റോറൻറ്റുകൾ ദിവസേനയോളം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. നമ്മുടെ നാട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കുന്നതിനനുസരിച്ച് അവിടങ്ങളിലെല്ലാം റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും തഴച്ച് വളരുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ കോഴിക്കോട് എടുത്താൽ വെങ്ങളം മുതൽ രാമനാട്ട് വരെയുള്ള കോഴിക്കോട് ജില്ലയുടെ ഭാഗം 6 വരി പാതയായി മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് എത്രയെത്ര റെസ്റ്റോറൻറ്റുകളാണ് പുതുതായി രൂപം കൊണ്ടത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പാതയോരങ്ങളിൽ മാത്രമല്ല, മറ്റ് പ്രദേശങ്ങളിലും ധാരാളം റെസ്റ്റോറൻറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഉണ്ടാകുന്നതിന് മറ്റൊരു വശമുള്ളത്, ജനങ്ങൾ കൂടുതലായി റെസ്റ്റോറൻറ്റുകളെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതി ശക്തിപ്പെട്ടു വന്നിട്ടുണ്ട്. വൈകുന്നേരമായ കുടുംബവും ഒത്ത് വീട്ടിൽ നിന്നിറങ്ങി ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിച്ച് മടങ്ങി വരുന്ന ശീലം മലയാളികളിൽ അനുദിനം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഒരു വശത്തെ സ്ഥിതിയെങ്കിൽ, ഗുണപരമായ മാറ്റവും ദോഷവും കലർന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ റെസ്റ്റോറൻറ്റുകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, അവിടുത്തെ സൗകര്യങ്ങളും ആവശ്യങ്ങളും ഒന്നിനൊന്ന് മികച്ചതായി തീരാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഞാൻ പറയാൻ കാരണം, ഒരു പുതിയ സംസ്കാരം ഈ മേഖലയിൽ ശക്തിപ്പെട്ടു വരുന്നുണ്ട്. അത് സമ്പന്നരുടെ ഇടയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. പക്ഷേ
നമ്മുടെ ഇടത്തരക്കാരും അതിന് മുകളിലുള്ളവരുമായ മധ്യവർത്തികളും ഈ അതിസമ്പന്നരുടെ വളരെ ലാവിഷായ ഒരു ജീവിതത്തെ മാതൃകയാക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ശുചീകരണവും വൃത്തിയും സൗകര്യമുള്ള ചെറു റെസ്റ്റോറൻറ്റുകൾ അത് തുടങ്ങുന്നതായിരിക്കും അഭികാമ്യം എന്നെനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടെന്നാൽ കോടിക്കണക്കിന് രൂപ ബാങ്കുകളിൽ നിന്നും വായ്പയെടുത്ത് ഒരു സ്ഥാപനം തുടങ്ങിയാൽ ഇതൊരു വലിയ റിസ്ക്കാണ്. ആ റിസ്ക് ഏറ്റെടുക്കുന്നതിന് പകരം ചെറിയ തോതിൽ ആരംഭിക്കുകയും വലിയ നിലയിലേക്ക് പരിവർത്തക്കപ്പെടുകയും ചെയ്യുന്ന ആസൂത്രിതമായ ഒരു ശ്രമമാണ് അതിൻ്റെ പുറകിലുണ്ടാകേണ്ടത്. അങ്ങനെ വരുമ്പോൾ കാലം ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ചെറുകിട റെസ്റ്റോറൻറ്റുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. ആ രൂപത്തിലുള്ള ചിന്ത നിങ്ങളിൽ പലപ്പോഴായി ഉണ്ടായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അത്തരം ചിന്തകളെ ഞാൻ അടിവരയിടാനും ആഗ്രഹിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ, ആ നിയമങ്ങൾ നമ്മുടെ ആരോഗ്യത്തെയും ജീവിത സുരക്ഷയെയും ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. രോഗാതുരമായ ഒരു നാട് എന്നതിനുമപ്പുറം ആരോഗ്യമുള്ളൊരു നാട്, ആരോഗ്യ കേരളം എന്ന സങ്കല്പത്തിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. ആ സങ്കല്പത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നിങ്ങളുടെ സഹകരണവും സേവനവും അർപ്പണബോധവും അനിവാര്യമാണ്. ആ രൂപത്തിലുള്ള മാതൃകാ പ്രവർത്തനം നിങ്ങളിൽ നിന്ന് നാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ചെറുകിട റെസ്റ്റോറൻറ്റുകൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം ഞാൻ മനസ്സിലാക്കിയത്, അവിടെ മലിനജലങ്ങൾ ജലം ശുദ്ധീകരിക്കാനുള്ള സൗകര്യമില്ലാത്തത് കൊണ്ട്, ചിലയിടങ്ങളിൽ സൗകര്യമുണ്ടായിട്ടും ചെയ്യാതിരിക്കുന്നതുകൊണ്ട് ഓടകളിലേക്കും റോഡുകളിലേക്കും ഇത് ഒഴുക്കിക്കളയുന്ന ഒരു ദുരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. ഇത് സേവനത്തിന് പകരം ദ്രോഹമാണ് സമൂഹത്തിനുണ്ടാവുക. ഇത് നിയന്ത്രിക്കാനാണ് സംസ്ഥാന സർക്കാർ ചില നിയമങ്ങൾ ഉണ്ടാക്കിയത്. എന്നാൽ ആ നിയമങ്ങളിൽ അപ്രായോഗികമായ ചില കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ട്. അത് ചെറുകിട യൂണിറ്റുകൾ എന്നതിന് പകരം വലിയ തോതിലുള്ള മാലിന്യ ശുദ്ധീകരണ പ്ലാന്റുകൾ നമ്മുടെ കേരളത്തിലെ സമൂഹത്തിന് സ്വീകാര്യമല്ല എന്നതും കൂടി നാം കണക്കെടുക്കേണ്ടതുണ്ട്. അപ്പോൾ മൈക്രോ ലെവൽ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾക്കുള്ള മാതൃകകൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം. എന്നാൽ മാത്രമേ ആരോഗ്യമുള്ള ജനതയ്ക്ക് ആരോഗ്യവും സന്തോഷവും രുചിയും പ്രദാനം ചെയ്യുന്ന ഇടങ്ങളായി നമ്മുടെ റെസ്റ്റോറൻറ്റുകൾ മാറുകയും ആ രൂപത്തിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മറ്റൊരു മാതൃകാപരമായ പ്രവർത്തനത്തിനാണ് ഇന്ന് നാം ഈ പരിപാടി ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. ഓരോ അംഗവും, ഈ റെസ്റ്റോറൻറ്റ് അസോസിയേഷനിലെ അംഗങ്ങളായ ഓരോ വ്യക്തിയും, ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ വ്യക്തി മരണപ്പെട്ടാൽ ഈ സംഘടന അവരെ അനാഥമാക്കുകയില്ല എന്നൊരു പ്രഖ്യാപനമാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത്. അവരെ രക്ഷിക്കാൻ അവരുടെ കാവലാളുകളായി ഈ സംഘടന പ്രവർത്തിക്കുമെന്നാണ് നിങ്ങൾ പ്രഖ്യാപിച്ചത്. അത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. എന്നെ നോക്കാൻ, എന്നെ രക്ഷിക്കാൻ, ചേർത്ത് നിർത്താൻ ആളുണ്ടല്ലോ എന്ന ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസം പകരുന്ന ഒരു പദ്ധതിയാണ് മരണമടഞ്ഞ ഹോട്ടൽ ഉടമയ്ക്ക് 10 ലക്ഷം രൂപ സഹായധനം നൽകാനുള്ള KHRA സുരക്ഷാ പദ്ധതി.
ഇത്തരമൊരു മാതൃകാപരമായ പദ്ധതി ഏറ്റെടുത്ത് വിജയകരമായി നടപ്പിലാക്കുന്ന ഈ സംഘടനയെയും അതിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള നേതൃത്വം നൽകുന്നവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിവാദ്യം. പല പ്രവർത്തകരെ അദ്ദേഹമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ സംഘടനയും മക്കളും ഇവിടെ വന്നിട്ടുണ്ട്. അവരെ ഏകീകരിക്കുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രിയിൽ നിന്ന് ചെക്കൈക്ക് വാങ്ങാൻ വേണ്ടി സുരക്ഷാ പദ്ധതിയുടെ കോഴിക്കോട് ജില്ലയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സന്തോഷകുമാർ അവരുടെ ഭാര്യയും മക്കളുമാണ് ഇതിന് സഹായം വേണ്ടിയുള്ളത് കൊടുക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി കെ ശശീന്ദ്രൻ, സുരക്ഷാ കമ്മിറ്റി ചെയർമാൻ സന്ദീപ് സാറ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് രൂപേഷ് കൊടിയൂർ, അടുത്ത പരിപാടി നമ്മുടെ ലിസ്റ്റ് തന്നെ നമ്മളോട് സഹകരിച്ച് നല്ല പ്രവർത്തനം കാഴ്ചവെക്കുകയും അതിനുശേഷം നമ്മളെ കോഴിക്കോട് ജില്ലയിൽ കടന്നു വരികയും അവരുടെ യോരോ എന്ന് പറയുന്ന ഓൺലൈൻ ആപ്പിലെ ഒരു പ്രകാശന കാലമാണ് നടക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ സ്വന്തം മന്ത്രി അത് നിർവഹിക്കുന്നതായിരിക്കും. ഇതിന്റെ സംഘാടകർ നമുക്കറിയാം. സിറ്റിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര കമ്പനികളാണ്. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് കളിച്ചോളം വന്ന കുട്ടികൾ ഒരു പുതിയ സംരംഭമായി മുന്നോട്ട് വന്നപ്പോൾ അവരെ 5 കൈയിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അവർ വ്യാപാര മേഖലയിലേക്ക് വളർന്ന് പങ്കെടുത്ത് വളരാൻ വേണ്ടിയുള്ള സഹായ സേവനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വിശ്വസം കൂടി വയ്ക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അഞ്ച് വർഷങ്ങൾക്ക് മുന്നേ കോഴിക്കോട് ജില്ലയിലെ നടുവണ്ണൂർ എന്ന് പറയുന്ന ചെറിയൊരു പഞ്ചായത്തിലാണ് യൂലോ ഡെലിവറി സർവീസ് ആദ്യമായിട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് അഫോർഡബിൾ പ്രൈസിൽ കസ്റ്റമേഴ്സിൽ പ്രൊഡക്ട്സ് എത്തിക്കുക എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലത്തോളം ഞങ്ങളുടെ ആ ഒരു സർവീസ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും നല്ലൊരു സർവീസ് തന്നെ പ്രൊവൈഡ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഹോട്ടൽ ഓണേഴ്സിൻ്റെ സൈഡിൽ നിന്നും വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ വലിയൊരു സപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഈ സപ്പോർട്ടിൽ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് കോഴിക്കോട് എന്ന ഒരു വലിയ സിറ്റിയിലേക്ക് നമ്മളുടെ ആ ഒരു ഡെലിവറി സർവീസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുഡിൻ്റെ ഒരു ഹോട്ട്സ്പോട്ടാണ്. ആ ഒരു ഏരിയയിലേക്ക് ആദ്യമായിട്ട് നമ്മൾ വരുന്ന ഫസ്റ്റ് നമ്മൾ ചെയ്തൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ KHRയുമായിട്ട് ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുക. അതായത് KHRയുടെ സംസ്ഥാന കമ്മിറ്റി മുന്നേ നമ്മളുടെ ആശയങ്ങൾ പങ്കുവെക്കുകയും ഇപ്പോഴുള്ള ഡെലിവറി സർവീസിലുള്ള കൊള്ള ലാഭം ഈടാക്കുകയും അതുപോലെയുള്ള മറ്റു ചൂഷണങ്ങൾക്കെതിരെയുമുള്ള ഒരു ആശയം, അതിനെതിരെ പ്രതികരിക്കേണ്ടതിലുള്ള ഒരു ആശയം നമ്മൾ സംസ്ഥാന കമ്മിറ്റി മുന്നേ വെക്കുകയും സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ട് ഒരു തീരുമാനം എടുത്തുകൊണ്ട് നമ്മളെ മുന്നോട്ട് യൂലോ ഡെലിവറി ആപ്പുമായിട്ട് പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് വരുന്ന വർഷങ്ങളിൽ കേരളത്തിലെ എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള ടൗണുകളിൽ ഡെലിവറി സർവീസ് ആരംഭിക്കുക എന്ന, അതായത് ഒരു യൂലോയും അതേപോലെ തന്നെ KHRയും കൂടി സംയോജിച്ചുകൊണ്ട് ഒരു ഡെലിവറി സിസ്റ്റം നടപ്പിലാക്കാം എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തിച്ചേരുകയും. ഈ ഒരു സന്തോഷം നിങ്ങളുടെ മുന്നിൽ കൂടി ഞാൻ പങ്കുവെക്കുകയാണ്.
അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ കോർപ്പറേറ്റ് ഓൺലൈൻ ഡെലിവറി സർവീസുകളാണ് 90% ഇന്നത്തെ ഡെലിവറി സർവീസ് മാനേജ് ചെയ്യുന്നത്. കോർപ്പറേറ്റ് ഡെലിവറി സർവീസുകളാണ്. അത് കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും ഇതേ അവസ്ഥയാണ്. തുടക്കത്തിൽ കസ്റ്റമേഴ്സിന് കിട്ടാൻ വേണ്ടി വളരെ മിതമായ റേറ്റും അതേപോലെ തന്നെ വളരെ നല്ല ഓഫറുകളിലും അവർ എന്ത് ചെയ്തിരുന്നു, സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രൊഡക്റ്റ് സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എസ്റ്റാബ്ലിഷ് ആയതിനു ശേഷം കൊള്ള ലാഭമാണ് അവർ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത്. അതേപോലെ തന്നെ അതിനേക്കാളും വലിയ ഒരു വിപത്ത് ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് അതേപോലെ തന്നെ ഗ്രോസറികളിൽ ഇപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിപത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള കോർപ്പറേറ്റ് ഓൺലൈൻ ഡെലിവറി സർവീസുകൾ അവരുടെ ഡാർക്ക് സ്റ്റോറുകൾ ഓരോ ടൗണുകളും കേന്ദ്രീകരിച്ച് അവർ ഓപ്പൺ ചെയ്യുകയാണ്. ഇതിലെന്താ ആക്ച്വലി സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെയുള്ള സാധാരണക്കാരനായ കച്ചവടക്കാർക്ക് ബിസിനസ് ചെയ്യാനുള്ള ആ വാതിലുകൾ പൊട്ടിയടക്കപ്പെടുകയാണ്. ഓൺലൈനിൽ നിന്ന് ഡാർക്ക് സ്റ്റോറുകളിൽ നിന്ന് വലിയ രീതിയിലുള്ള ഓഫറുകളും മറ്റു കാര്യങ്ങളും അവർ സ്പോൺസർ ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യുകയാണ്, കസ്റ്റമർ ബേസ് ബിൽഡ് ചെയ്യുകയാണ്. ഇതുമൂലം കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ ഒരു വാർത്ത കേൾക്കാനിടയായി. കേരളത്തിലെ 50% ഗ്രോസറി അതുപോലെയുള്ള സൂപ്പർ മാർക്കറ്റുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. ഇതിൻ്റെ വലിയൊരു റീസണായിട്ട് അവർ കാണുന്നത് ഇതേപോലെയുള്ള കോർപ്പറേറ്റ് ഓൺലൈൻ ഡെലിവറി സർവീസുകൾ അവരുടെ കടന്നുകയറ്റം, ഈ മേഖലയിലുള്ള കടന്നുകയറ്റമായിട്ടാണ് കാണുന്നത്. ഇതേ ഒരു പ്രശ്നം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഫീൽഡിലും വരാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ, ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ബാംഗ്ലൂർ പോലെയുള്ള മെട്രോപൊളിറ്റൻ സിറ്റികളിൽ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൗഡ് കിച്ചണുകൾ ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വളരെ മിതമായ റേറ്റിൽ എല്ലാ ഫുഡ് ഐറ്റംസും അവർ എന്ത് ചെയ്യാണ്, ഈ ക്ലൗഡ് കിച്ചണിലൂടെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇവർ ഡാറ്റാസ് നമ്മളുടെ ഹോട്ടലുകളിൽ നിന്ന് സ്വീകരിച്ച കസ്റ്റമർ ബേസ് ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് അവർ ബിസിനസ് ചെയ്യുകയാണ്. ക്ലൗഡ് കിച്ചണുകൾ ഓരോ സിറ്റിയിലും അവർ എന്ത് ചെയ്യാണ്, ക്ലൗഡ് കിച്ചണുകൾ ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ പ്രതിഫലനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലേക്ക് വരും കാലങ്ങളിൽ വരികയാണ്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിലെ എല്ലാ സിറ്റികളിലും ഇവർ ക്ലൗഡ് കിച്ചണുകൾ കൊണ്ടുവരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ടതും ഒരു മുൻകരുതൽ എടുക്കേണ്ടതും നമ്മളാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് കൂടെ നിന്നുകൊണ്ട്, ഈ ഒരു കാര്യത്തിന് കൂടെ നമ്മളെ കഴിയുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് KHRAയുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് വരും വർഷങ്ങളിൽ നമ്മൾ കേരളത്തിലെ എല്ലാ ചെറുതും വലുതുമായ സിറ്റികളിലും നമ്മളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു അസോസിയേഷൻ്റെ പിന്തുണയാണ്. ഹോട്ടൽ റെസ്റ്റോറൻറ്റ്സ് ഓണേഴ്സ് എന്ന പേരിൽ എല്ലാവരും വ്യക്തിപരമായിട്ട് നിങ്ങളുടെ അകമഴിഞ്ഞ സപ്പോർട്ട് നമ്മൾക്ക് തരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഇതിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഉദ്ഘാടനമാണ് നടന്നിരിക്കുന്നത്. ഹോട്ടൽ നടത്തുക എന്നുള്ളത് ഒരു വലിയ സൽക്കർമ്മമാണ്. നമുക്ക് എല്ലാവർക്കും സൽക്കാരം ഒരു സത്കർമ്മമാണ്. ഇതൊരു ജോലിയായി സ്വീകരിച്ചു എന്ന് മാത്രമേ, ഒരുപാട് പ്രയാസമുള്ള ഒരു വ്യവസായമാണ് ഹോട്ടൽ ബിസിനസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ പുണ്യമായ ഒരു സംവിധാനമുണ്ട്. നിങ്ങൾക്ക് ലഭിക്കുന്ന ലാഭത്തിൽ നിന്ന് ഒരു സ്ഥിരം നിക്ഷേപവും സംഖ്യവും സ്വരൂപിച്ചെടുക്കുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവരെ സഹായിക്കുന്ന ഒരു വലിയ പദ്ധതി ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ ആരംഭിക്കുന്നു എന്നുള്ളത് തീർച്ചയായും ഈ മാസത്തിൻ്റെ പുണ്യം കൊണ്ടും പ്രവർത്തനത്തിൻ്റെ പുണ്യം കൊണ്ടും നല്ലതാണ്. ഭാവിയിൽ അത് നല്ല രൂപത്തിലായിത്തീരാൻ നമുക്ക് കൂട്ടമായി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ചടങ്ങിന് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നു. വൈദ്യവേളയിൽ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. വളരെ നല്ല ഒരു KHRA സുരക്ഷാ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഇന്ന് നിങ്ങളുടെ ഇടയിലുള്ള നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുള്ള ഒരാളുടെ കുടുംബത്തിനെ എല്ലാ രീതിയിലുള്ള ചേർത്ത് നിർത്തുന്ന ഒരു ചടങ്ങിൽ വരാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. കാരണം ഇന്ന് സമൂഹത്തിൽ നമ്മളിൽ നിന്ന് അകന്നു പോയവരെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ആ സമയത്താണ് KHRA പോലെയുള്ള ഒരു സംഘടന ആ രീതിയിലുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത്. അതുപോലെ തന്നെ യോളോ ആപ്പ് ഇവിടെ സൂചിപ്പിച്ച മാതിരി പല ബിസിനസ്സുകളും ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു സ്റ്റെപ്പ് അഹെഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾ വെക്കുന്ന ചുവടുവെപ്പ് ഏറെ സ്വാഗതാർഹമാണ്.
നിങ്ങളുടെ തന്നെ ഒരു കുടുംബാംഗം എന്നുള്ള രീതിയിൽ ഈ മേഖലയുടെ നിലനിൽപ്പ് എൻ്റെയും കൂടി ആഗ്രഹവും ആവശ്യവുമാണ്. അതുകൊണ്ട് ഏറെ സന്തോഷമുണ്ട്. കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനോടനുസരിച്ച് ചുവട് വയ്ക്കുന്നതിൽ മറ്റ് ഇവിടെ സന്നിധരായിട്ടുള്ള എല്ലാവർക്കും നല്ല ഒരു നോമ്പുകാലം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു സാഹോദര്യവും സ്നേഹവും ഇനിയും ഉള്ള വർഷങ്ങളിൽ നിലനിൽക്കട്ടെ. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഒരു കോവിഡ് കാലത്ത് വലിയ രീതിയിലുള്ള സഹായമാണ് കോഴിക്കോട് അതുപോലെ കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഒന്നടങ്കം നിങ്ങൾ ചെയ്തത്. കോഴിക്കോട് സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം കൗൺസിലർ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഭക്ഷണശാല നേരിട്ട് കണ്ടും ഒരുപാട് പേർക്ക് അതിൻ്റെ ആനുകൂല്യം വാങ്ങിക്കൊടുക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. തുടർന്നും ആ ഒരു ചേർത്ത് വയ്ക്കൽ മുന്നോട്ട് പോകട്ടെ. നമുക്ക് എല്ലാവർക്കും എല്ലാ പ്രതിസന്ധികളെയും സർവേശ്വരൻ്റെ ശക്തിയോട് സഹായത്തോടു കൂടി നേരിടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. KHRയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനായ മന്ത്രി ഇവിടെ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യാപാര സംഘടനയുടെ പ്രതിനിധികളായിട്ടാണ് നാം ഇന്ന് ഇവിടെ സമ്മേളിക്കുന്നത്. ഇവിടെ കാണുന്ന ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവരിൽ ഒരു 80% പേരും ഏറ്റവും ചെറിയ ചായക്കടകളും ഹോട്ടലുകളും ഒക്കെ നടത്തുന്നവരാണ്. ശ്രീ സന്തോഷ് ഇവിടെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ച് ഈ സംഘടന ചെയ്തിട്ടുള്ള സേവന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ സംഘടനയുടെ അംഗങ്ങളായ ആളുകൾ, നമ്മുടെ സഹോദരന്മാർ സഹോദരിമാർ, അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ മിക്കവാറും സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം കടബാധ്യത മാത്രമായിരിക്കും അവരുടെ കുടുംബങ്ങൾക്ക് അവസാനമായി ഉണ്ടാവുക. പലപ്പോഴും സ്ഥാപനം നടത്തുന്ന വ്യക്തികൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരുടെ കടങ്ങളോ ബാധ്യതകളോ ഒന്നും കുടുംബക്കാരെയോ സഹധർമ്മിണിയെയോ മക്കളെയോ ഒന്നും അറിയിക്കാറില്ല. എങ്ങനെയെങ്കിലുമൊക്കെ അത് മാനേജ് ചെയ്ത് പോകാൻ കഴിയും എന്ന് വിചാരിച്ച് കൂടുതൽ അധ്വാനിക്കുകയാണ് ഹോട്ടൽ ഉടമകൾ ചെയ്തു വരാറ്. പക്ഷേ അപ്രതീക്ഷിതമായി മരണം തേടിയെത്തുന്ന സന്ദർഭത്തിലാണ് തൻ്റെ ഭർത്താവിന് അല്ലെങ്കിൽ തൻ്റെ സഹോദരന് തൻ്റെ ഉപ്പയ്ക്ക് എന്തുമാത്രം ബാധ്യതകൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവുന്നത് മിക്കവാറും കാലശേഷമായിരിക്കും. ആ സന്ദർഭത്തിലാണ് ഒരു കുടുംബം ആകെ വിഷമിച്ചു പോകുന്നത്. ഇപ്പോൾ ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം, ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം, സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം, ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം മെച്ചപ്പെട്ട നിലയിലാണ് എല്ലാവരും ജീവിക്കുന്നത്. മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക സ്ഥിതി എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതുകൊണ്ട് ആർക്കും ആരെയും സഹായിക്കേണ്ടതായ ഒരു സാഹചര്യമുണ്ട് എന്ന് പരസ്പരം തിരിച്ചറിയപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോഴാകട്ടെ മരണപ്പെടുമ്പോഴാകട്ടെ മറ്റുള്ളവരുടെയൊക്കെ വിശ്വാസം മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക സ്ഥിതി അവർക്കുണ്ട്. നമ്മളൊന്നും സഹായിച്ചില്ലെങ്കിലും ആ കുടുംബം മുന്നോട്ട് പോകും എന്ന ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും ഇന്ന് ജീവിക്കുന്നത്. ഒരു വ്യക്തി മരണപ്പെട്ടാൽ ആ വ്യക്തിയുടെ കുടുംബാംഗങ്ങൾക്ക് അഭിമാനബോധം കൊണ്ട് മറ്റുള്ളവരോട്, തൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്തുക്കളോട്, സഹപ്രവർത്തകരോട് തങ്ങളുടെ കുടുംബം അകപ്പെട്ടിരിക്കുന്ന കടബാധ്യതകളെക്കുറിച്ച്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ അവരുടെ അഭിമാനം കൊണ്ട് സമ്മതിക്കുകയുമില്ല. അപ്പം അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ വളരെ വലിയ ബുദ്ധിമുട്ടുകളിലൂടെ ആയിരിക്കും ഹോട്ടൽ ഉടമകൾ അവരുടെ മരണശേഷം മിക്കവാറും കുടുംബങ്ങൾ കടന്നു പോകുന്നത്. ആരും ആരോടും പറയുകയില്ല എന്നുള്ളതുകൊണ്ടും വലിയ സഹായങ്ങളൊന്നും ആർക്കും ചെയ്യാനും കഴിയുകയില്ല എന്ന നിലയ്ക്കും ആ കുടുംബങ്ങളുടെ അവസ്ഥ വളരെ പ്രയാസകരമായിരിക്കും. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജയപാൽ സാറും ശ്രീ ബിജുലാലും പൊതുവാൾ സാറും അടക്കമുള്ള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന നേതൃത്വം ഹോട്ടൽ ഉടമകൾക്ക്
ഒരു സുരക്ഷാ പദ്ധതി ആവശ്യമാണ് എന്ന തീരുമാനത്തിൽ സംഘടന എത്തിച്ചേരുകയും ഉദ്ഘാടന പ്രസംഗത്തിൽ നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി പറഞ്ഞു ഒക്കെ നമ്മുടെയൊക്കെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് സ്പഷ്ടമായ ഒരു കാര്യമാണ് ഈ സംഘടനയിൽ പ്രവർത്തിച്ചാലുള്ള ആത്മവിശ്വാസം. അതാണ് KHRA സുരക്ഷാ പദ്ധതി. അദ്ദേഹം എടുത്തു സൂചിപ്പിക്കുകയുണ്ടായി. ഇന്നിവിടെ ഒരമ്മയ്ക്കും മക്കൾക്കും അവർക്ക് ഈ സംഘടനയിൽ അവരുടെ പിതാവ് പ്രവർത്തിച്ചത് കൊണ്ടുള്ള നേട്ടം അല്ലെങ്കിൽ ആത്മവിശ്വാസം, ആ പിതാവ് ഈ ഭൂമിയിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലും തൻ്റെ കുടുംബം അനാഥമാക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ ആ പിതാവ് സ്വപ്നം കണ്ട തങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ വീടിൻ്റെ പുനരുദ്ധാരണമോ അതുമല്ലെങ്കിൽ ഹോട്ടലിൻ്റെ നവീകരണമോ എന്തുമാകട്ടെ, തൻ്റെ പിതാവ് സ്വപ്നം കണ്ടു പോയ ആ സ്വപ്നം പൂവണിയിക്കുവാൻ KHRA സംസ്ഥാന കമ്മിറ്റിക്ക് KHRA സുരക്ഷാ പദ്ധതിയിലൂടെ സാധ്യമായി എന്നുള്ളത് അഭിമാനത്തോടെ നമുക്ക് എല്ലാവർക്കും ഇന്ന് പങ്കുവയ്ക്കാം. അതുപോലെ തന്നെ നാം ഓരോരുത്തരും ജനിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പകലുകൾ സ്വപ്നങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഒരു വിവാഹമെല്ലാം കഴിച്ചു കഴിഞ്ഞ് മക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് അല്ലെങ്കിൽ അവരെ പരിപൂർണതയിലെത്തിക്കണം, മക്കളുടെ വിവാഹം നടത്തണം, മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം, നല്ലൊരു വീട് വയ്ക്കണം. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ നേരത്തെ പറഞ്ഞ അതേ വാക്കാണ് ഇവിടെ ഞാൻ വീണ്ടും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. KHRA എന്ന സുരക്ഷാ പദ്ധതി നമ്മുടെ ആത്മവിശ്വാസമാണ്. നമ്മുടെ കുടുംബത്തെ ആ സുരക്ഷാ പദ്ധതി കൊണ്ട് കരകയറാൻ സാധിക്കുമെന്ന് മാത്രം ഓർക്കുക. ഒരുപാട് നീട്ടുന്നില്ല. ഈ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് ഒരു വാക്ക് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് കാസർഗോഡ് ജില്ലയിൽ നാലാമതൊരാൾ മരിച്ചു. നാലാമതൊരാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ യൂണിറ്റ് സെക്രട്ടറി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബിജുവേട്ട ഒരാൾ കൂടി മരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അടുത്ത വാരം ചോദിച്ചു, അദ്ദേഹം സുരക്ഷാ പദ്ധതിയിൽ 3000 രൂപ അടച്ചിട്ടുണ്ടോ? ഇല്ല, 500 രൂപയെ അടച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു, എത്ര പ്രാവശ്യം ഗ്രൂപ്പിൽ കൂടെ പറയുന്നു, സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശമുണ്ട്, അവരുടെ നിർദ്ദേശങ്ങൾ ഗ്രൂപ്പിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്, യൂണിറ്റിലെ സെക്രട്ടറിയെ നിന്റെ യൂണിറ്റിൽ കൂടെ പറയുന്നുണ്ട്. എന്നിട്ടും ആ കുടുംബത്തിന് ഒരു 2500 രൂപ അടച്ച് ഈ സുരക്ഷാ പദ്ധതിയിൽ അംഗമാകാൻ സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആർക്കാണ് അവിടെ നഷ്ടപ്പെട്ടത്? സംഘടന അവരുടെ കൂടെ ഇല്ലായിരുന്നോ? അവരുടെ വീട്ടിൽ പോയി അല്ലെങ്കിൽ അവരുടെ കടയിൽ പോയി 100 പ്രാവശ്യം അവരെ വിളിച്ചില്ലേ, ഈ പദ്ധതിയിൽ നിങ്ങളൊന്ന് അംഗമാകണം, 2500 രൂപ നിങ്ങളുടെ അച്ഛനെ കൊണ്ട് നടപ്പിക്കണമെന്ന് എത്ര പ്രാവശ്യം സംഘടനാ ഭാരവാഹികൾ അവരുടെ വീട്ടിൽ പോയി പറഞ്ഞു? നാളെയാകാം, പിന്നീടാകാമെന്ന് പറഞ്ഞുകൊണ്ട് അതവർ ഒഴിഞ്ഞു മാറിപ്പോവുകയാണ് ചെയ്തത്. ഇപ്പോഴെന്താണ് സംഭവിച്ചത്? 10 ലക്ഷം രൂപയാണ് നഷ്ടമായത്. തീരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബം കൂടിയാണെന്ന് നാം ഓർക്കണം. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കുക, സംഘടനയോട് ചേർന്ന് നിൽക്കുക. നമുക്ക് വേണ്ടിയാണ് സംഘടന ഇങ്ങനെ നല്ലൊരു സുരക്ഷാ പദ്ധതി ഏർപ്പെടുത്തിയെന്നുള്ള ചിന്ത നമ്മളിലുമുണ്ടാകട്ടെ. നമ്മൾ മുഖാന്തരം നമ്മുടെ സംസ്ഥാനത്തുള്ള കേരളത്തിലുള്ള മുഴുവൻ വോട്ടുകാരെയും ആ വിവരം ഒന്ന് പറഞ്ഞ് ബോധവാന്മാരാക്കാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രമിക്കണം. ഇന്നിവിടെ മനോഹരമായ ഒരു ഇഫ്താർ വിരുന്ന് കൂടെ സംഘടിപ്പിക്കുകയാണ്. കോഴിക്കോട് ജില്ല കാലാകാലങ്ങളിലായി നടത്തി വരുന്ന ഈ ഇഫ്താർ വിരുന്ന് തീർച്ചയായും മാതൃകാപരമാണ്. ഞാനിവിടെ വന്നപ്പോൾ മുതൽ ഇഫ്താർ വിരുന്നിനെക്കുറിച്ചും വർഷങ്ങൾ കൊണ്ട് ഇവിടെ നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ചും അറിയാൻ സാധിച്ചു. പ്രത്യേകിച്ച് ഇവിടുത്തെ നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയ സുഹൃനേട്ടൻ ഞങ്ങളുടെ ജില്ലയുടെ ചാർജുള്ള ആളെന്ന നിലയിൽ കോഴിക്കോട് ജില്ലയുമായി എന്താ പറയുക, ഒരു അടുത്ത ബന്ധം പോലെയാണ് ഞങ്ങൾക്ക്. കാരണം ഞങ്ങളെ സുരക്ഷിതമായി നോക്കാൻ ഏർപ്പാടാക്കിയ ഒരു വ്യക്തിയുടെ ജില്ലയാകുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്കും ഒരു പ്രത്യേക ഇഷ്ടമാണ് ഈ ജില്ലയോട്. അതുകൊണ്ട് ഒരുപാട് നീട്ടുന്നില്ല. എല്ലാവർക്കും ഇഫ്താറിൻ്റെ നാളുകളിൽ, റംസാന നാളുകളിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കേരള ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാം, അതോടനുബന്ധമായ ഇഫ്താർ സംഗമമാണ് ഇവിടെ നടക്കുന്നത്. ഇഫ്താർ നമുക്കറിയാം, ലോകവ്യാപകമായി സർവ മതവിഭാഗങ്ങൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് നടത്തപ്പെടുന്ന ഒരു റംസാനുമായി ബന്ധപ്പെട്ട ആഘോഷമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതേ കാലങ്ങളിൽ വ്യത്യസ്തമായി ലോകത്തിൻ്റെ പ്രധാന പട്ടണങ്ങളിലൊക്കെയും ഇതുപോലെയുള്ള ഇഫ്താറുകൾ സംഘടിപ്പിക്കപ്പെട്ട് വരികയാണ്. ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ ഇടയ്ക്ക് നടന്ന ഇഫ്താർ സംഭവമാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരാഴ്ച മുമ്പ് തിരുവനന്തപുരത്ത് ഇഫ്താർ സംഗമം നടത്തിയിരുന്നു. 2 ദിവസം മുമ്പ് കോഴിക്കോട്ട് പ്രതിപക്ഷ നേതാവ് ഒരു ഇഫ്താർ സംഗമം നടത്തിയിരുന്നു. നാളെ തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ഇഫ്താർ സംഗമം നടക്കുന്നുണ്ട്.
സാമൂഹിക രാഷ്ട്രീയ മത രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളും സംഘടനകളും ഒക്കെ ഇഫ്താർ സംഗമങ്ങൾ വ്യാപകമായി സംഘടിപ്പിച്ചു വരികയാണ്. മതേതര ജനാധിപത്യ മൂല്യങ്ങൾക്ക് വലിയ നിലനിൽക്കപ്പെടുന്ന ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് കേരളത്തിൽ ഇതിൻ്റെ പ്രാധാന്യം ഏറെയാണ്. വ്യത്യസ്ത മതവിഭാഗങ്ങളിലും ജാതികളിലും പെട്ടിട്ടുള്ള ആളുകളെ ഒന്നിച്ചിരുത്താനും ഒന്നിച്ചിരുന്ന് ഒരു വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് ഭക്ഷണം ഒന്നിച്ചാസ്വദിച്ച് കഴിക്കാൻ ലഭ്യമാകുന്ന അപൂർവമായ മുഹൂർത്തം എന്ന നിലയ്ക്ക് ഈ ഇഫ്താർ സംഗമത്തെ നമുക്കൊരിക്കലും വിസ്മരിക്കാൻ സാധിക്കുകയില്ല. അതോടൊപ്പം വേദനിക്കുന്ന ഒരുപാട് അനുഭവങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളും നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീനിലെ പൊരുതുന്ന സ്വാതന്ത്ര്യ ദാഹികളായ കുട്ടികളെയും സ്ത്രീകളെയും വെടിവെച്ച് കൊന്നുകൊണ്ടിരിക്കുന്നതും ഈ പരിശുദ്ധമായ റംസാൻ മാസത്തിലാണ് എന്നത് ദുഃഖകരമായ ഒരു വസ്തുതയാണ്. പകൽ മുഴുവനും വ്രതമനുഷ്ഠിച്ച് വൈകുന്നേരം സ്വസ്ഥമായി നോമ്പ് തുറക്കാൻ പോലും സാധിക്കാത്ത അനുഭവം അവിടങ്ങളിലുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. കേരളം എന്ന് പറയുന്ന നമ്മുടെ കൊച്ചു സംസ്ഥാനം രാജ്യത്തിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് പോലും മാതൃകയായി മതേതര സങ്കല്പങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ ഈ ഇഫ്താറുകൾ വലിയ പങ്കാണ് വഹിച്ചു വരുന്നത് എന്ന് നമുക്ക് ഒരിക്കലും തർക്കമില്ല. ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യമുള്ള മാസമാണ് റംസാൻ. ഈ റംസാനിൽ ആളുകളെ നോമ്പ് തുറപ്പിക്കുന്നത് സ്വർഗം ലഭ്യമാകാൻ കാരണമാകും എന്നാണ് ദൈവവിശ്വാസികൾ വിശ്വസിക്കുന്നത്. ഈ മാസത്തിലാണ് ആരാധനകളിൽ മുസ്ലിങ്ങൾ കൂടുതലായി ഒഴുകുന്നത്. അതോടൊപ്പം റംസാനിലെ 3 ഭാഗങ്ങളായി തിരിക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ 10, രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10 എന്ന രീതിയിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ 10ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നിലാണ് ഈ കോഴിക്കോട് KHRA ഈ ഇഫ്താർ സംഘം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം എന്ന് പറയാത്ത ഒരു മതങ്ങളും ഈ രാജ്യത്തിലില്ല. ഹിന്ദു മതമായാലും ക്രൈസ്തവ മതമായാലും സിഖ് മതമായാലും ഇസ്ലാമും ഒക്കെ തന്നെ ശക്തമായി വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാൻ നമ്മോട് ഉദ്ബോധിക്കപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനും പ്രവാചകൻ മുസ്ലിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് തൊട്ടടുത്ത 40 വീടുകളിൽ ആളുകൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം മാത്രമേ ഒരു യഥാർത്ഥ മുസൽമാൻ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്നാണ് ഇസ്ലാം ഉപേക്ഷിക്കുന്നത്. ആ വിശക്കുന്നവന്റെ വിശപ്പിന്റെ വിലയറിയാൻ പണക്കാരും പാവപ്പെട്ടവരും ഒന്നിച്ച് അനുഭവിക്കേണ്ട ഒരു മാസമാണ് റംസാൻ വ്രതം. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ പരിപൂർണമായി തിരിച്ചുകൊണ്ടുള്ള ഒരു വ്രതം മറ്റ് സമുദായങ്ങൾക്കിടയിൽ ഇല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ക്രിസ്ത്യൻ സമുദായത്തിലും ഹിന്ദു സമുദായത്തിലും ഒക്കെ വ്രതങ്ങൾ ഉണ്ടെങ്കിലും ഇതുപോലെ പരിപൂർണമായും വെള്ളമടക്കമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പരിപൂർണമായും ഒഴിവാക്കപ്പെടണം എന്ന് അനുശാസിക്കപ്പെടുന്നില്ല. അതോടൊപ്പം തന്നെ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചത് കൊണ്ട് മാത്രം നിനക്ക് നോമ്പ് ലഭ്യമാവുകയില്ല എന്നാണ് പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ളത്. ജീവിതത്തിൽ വരേണ്ട മാറ്റത്തെക്കുറിച്ചാണ് അത് ബോധിപ്പിക്കുന്നത്. പ്രഭാതം മുതൽ പ്രദോഷം വരെ നീ ഒന്നും കഴിക്കാതെ പട്ടിണി കിടന്നത് കൊണ്ട് മാത്രം നീ ഒരു നോമ്പുകാരനായി എന്ന് പറയാൻ കഴിയുന്നു. നല്ലത് മാത്രം കേൾക്കുകയും നല്ലത് മാത്രം സംസാരിക്കുകയും നല്ലതിനു വേണ്ടി മാത്രം നിലകൊള്ളുകയും ചെയ്യുമ്പോൾ മാത്രമേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നോമ്പ് സമ്പൂർണ്ണമാകൂ എന്നതാണ് ഒരു യാഥാർത്ഥ്യം. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടാകുന്ന വാസ്തവമാണ്. എത്രയൊക്കെ ശരി ചെയ്താലും ശരി പരിമിതിയിരിക്കുന്നു. ഒരു സാധാരണ മനുഷ്യനാണ് അതിലൊക്കെ ഒരു മോചനം ലഭിക്കാൻ ഒരു സഹനത്തിന്റെ ഒരു വല്ലാത്ത പരീക്ഷണമാണ് എന്നാണ് പറഞ്ഞത്. ആ പരീക്ഷണത്തെ അതിജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇതിലുള്ള ഏറ്റവും വലിയ. അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഊർജ്ജം എന്തിനേയും നമുക്ക് നേരിടാണ്. സഹനത്തിന്റെ വല്ലാത്ത വ്യത്യസ്തമായിട്ടുണ്ട്. അതാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും എൻ്റെ ആയുസ്സും ആരോഗ്യവും ഉണ്ടാകണം. വേദിയിലും സദസ്സിലും ഉള്ള നേതാക്കന്മാർ, ജില്ലയിലെ ഹോട്ടൽ ഉടമകൾ, വൈകിയ വേളയിൽ ഈ സുരക്ഷാ പദ്ധതി ഉദ്ഘാടനത്തിനും ഒരു സംഗമത്തിനും ആശംസകൾ അർപ്പിച്ചു നിർത്തുന്നു. ജയ്. കേരളത്തിൽ
സഹകരിച്ച ഈ സഹകരണങ്ങൾക്കും അതുപോലെ ഇതിൻ്റെ ഭാഗമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നത് ഈ നിർത്തുന്നു. ഇത്തരത്തിലുള്ള ഇഫ്താർ സംഗമങ്ങൾ നമ്മുടെ നാട്ടിലെ വളരെയധികം കൂടുതലായി സംഘടിപ്പിക്കുകയാണ്. നമ്മുടെ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ നോയമ്പ് നോറ്റ് നിങ്ങളുടെ പ്രധാനുഷ്ഠാനങ്ങൾ പള്ളിയിലേക്ക് നീങ്ങുന്ന ഈ അവസരത്തിൽ ഇത്തരം സംഗമങ്ങൾ എത്തുന്ന ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാവിധ ഭാവങ്ങളും ഞാൻ ചെയ്യും. ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. നമ്മുടെ സുരക്ഷാ പദ്ധതിയുടെ അവതരണം എല്ലാവർക്കും നിലവിൽ ആശംസിക്കുന്നു. സംഘടിപ്പിക്കുന്ന എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന ഇഫ്താർ ഈ വർഷവും സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷവും നന്ദിയും പ്രാർത്ഥനയും സംഗമത്തിൽ അതുപോലെ തന്നെ KHR സുരക്ഷാ പദ്ധതിക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് തുറക്കുന്നുണ്ടാകും. ഈ വേദിയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും നേരത്തെ 2-3 മണിക്ക് ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും ഈ ഇഫ്താർ വീട്ടിൽ പങ്കെടുത്ത എല്ലാവർക്കും വ്യക്തമാക്കുന്ന നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി അവസാനിച്ചതായി